ഞാൻ എന്ത് കർത്താന്ന് താൻ പറഞ്ഞു? ഇടിയൻ കർത്ത. ഒരു വെയിറ്റ് ഇരിക്കട്ടെ എന്ന് കരുതി സാർ. അനാവശ്യമായ വിശേഷണങ്ങൾ ചേർത്ത് ആളുകളെ പരിചയപ്പെടുത്തിയാൽ നേരിൽ കാണുമ്പോൾ ജനങ്ങളുടെ ഇംപ്രഷൻ പോകും. അതല്ലെങ്കിലും പോകും സാർ. അത് ഞാൻ എന്റെ കോട്ട് കൊണ്ട് കവർ ചെയ്യും. താനെന്ത് ചെയ്യും? ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെ? വളരെ ഓക്കെയാണ് സാർ. സാറിന് ഇരിക്കാനുള്ള അന്തരീക്ഷം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. പീപ്പിൾ ലാക്കിംഗ് ഇന്റലിജൻസ് ഷോ ദെയർ മസിൽ പവർ. എല്ലാവരും കേട്ടല്ലോ. അതിന്റെ മീനിങ് പിന്നീട് എനിക്ക് പറഞ്ഞു തരണേ സാർ. ഓക്കേ, കം ഓൺ. കമിങ് സർ. പണ്ട് ഞാനൊരു ജർമ്മൻ ഷെപ്പേർഡ് പട്ടിയെ വളർത്തിയിരുന്നു. മെരുങ്ങാൻ സമയമായിട്ട് മെരുങ്ങാതെ അതൊരു ദിവസം എന്റെ നേരെ കുരച്ചു ചാടി. ഞാനൊരു പിസ്റ്റൾ എടുത്ത് ഡിഷിം ഡിഷിം ഡിഷിം. മെരുക്കാൻ ശ്രമിച്ചിട്ടും മെരുങ്ങാത്തവർക്ക് എന്റെ ഈ ജീവിതകഥ ഒരു പാഠമായിരിക്കട്ടെ. സാർ, ഇവിടെയെങ്കിലും വേറൊരു കഥ പറയുമെന്ന് വിചാരിച്ചു. പ്രൊസീജിയർ കോഡ് ഡിമാൻഡ്സ് വിമൻ പോലീസ് പാർട്ടിസിപ്പേഷൻ. ദുർഗ സാർ, 98 കിലോ തൂക്കവും 8.5 കുതിരശക്തിയുമുള്ള ഞങ്ങളുടെ സർക്കിളിലെ ഏക വനിതാ കോൺസ്റ്റബിൾ. നിങ്ങളുടെ ഹോസ്റ്റലിലേക്ക് ഈ വസ്തു മതിയാവോ? പ്ലീസ് പ്ലീസ് മാറിക്ക്. ഗുഡ് മോർണിംഗ് കമ്മീഷണർ. ഞാൻ ഫാദർ കച്ചറത്തറ. എത്രത്തറയല്ല, കച്ചറത്തറ മൈ ഫാമിലി നെയിം. പിന്നെ ഇവരിവിടുത്തെ മേട്രനാണ് മേരി പയസ്. വളരെ സ്ട്രേഞ്ച് നെയിം ഇല്ലേ സാർ? മേരി പൈൽസ്. പയൽസ് അല്ല, പയസ്. പയസ് ഹസ്ബൻഡ് ആണ്. ആയിക്കോട്ടെ മിസ്സസ് മേരി പയസ്. അതായത് നമുക്ക് ഈ ഹോസ്റ്റൽ ഒന്ന് സെർച്ച് ചെയ്യണം. ആരാണ് ലേഖയും ജൂലിയും? ഞാനാ സാർ ലേഖ. ജൂലി എവിടെ? ഞാനാണ് സാർ ജൂലി. ലേഖയും ജൂലിയും എന്റെ കൂടെ വരണം. നിങ്ങളുടെ മുറി ഒന്ന് കാണണം. ഓക്കേ സാർ. വിഘ്നേശ്വർ, എല്ലാ റൂംസും വിശദമായി സെർച്ച് ചെയ്യണം. ഓക്കെ, വരൂ. പോലീസ് ഫോഴ്സ് ഇവിടെ തന്നെ നിന്നാ മതി. ഈ പെൺകുട്ടികളെ പുറത്തേക്കോ അകത്തേക്കോ വിടരുത്. മേട്രൻ, യു കം വിത്ത് മീ. രണ്ടാളുടെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല സാർ. ഇങ്ങനൊരു അനുഭവം ഇത് ആദ്യമായിട്ടാ. അതുകൊണ്ടാ സത്യത്തിൽ പേടിച്ചു പോയി സാർ. ഓഹോ, എന്നെ കണ്ടിട്ടാണെങ്കിൽ ഒട്ടും പേടിക്കണ്ട. സ്നേഹിക്കാൻ കൂടി അറിയാവുന്ന ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ. എ ഹാർട്ട് ഫുൾ ഓഫ് ലവ്. നിങ്ങളിൽ ആരുടെ ലവറാണ് രമേശ്? പേടിക്കണ്ട. ലവ് എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു പ്ലസന്റ് ഫീൽ ആണ്. അതിന് പ്രായഭേദമില്ല. ഐ ലൈക്ക് ഇറ്റ്. രമേശ് ഞങ്ങളുടെ ലവർ ഒന്നും അല്ല സാർ. ഈസ് എ ബെസ്റ്റ് ഫ്രണ്ട്. അത്രേ ഉള്ളൂ സാർ. യുവർ ബോയ് ഫ്രണ്ട്? എന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്രണ്ടായി കണക്കാക്കാം. ഞാൻ ഇപ്പോഴും ഒരു യങ് മനസ്സുള്ള സ്റ്റുഡന്റിനെ പോലെയാ. സ്റ്റിൽ ഐ ആം എ ബാച്ചലർ ബോയ്, യു നോ. ഈ രമേശിന് ആരൊക്കെയുണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ തോന്നുന്നു. നന്ദിനി പ്രസാദ് അല്ലേ? അതെ സാർ. അവരെ അറിയോ? അറിയാം സാർ. അതർ റിലേറ്റീവ്സ്? അറിയില്ല സാർ. ഇതിലാണ് സാർ. ഓ, താങ്ക് യു. ഈ ഹോസ്റ്റലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോലീസുകാർ കയറി ഇറങ്ങുന്നത്. പോലീസുകാർ കയറി ഇറങ്ങുന്നത് ഒരു ഹോസ്റ്റലിന്റെ ഐശ്വര്യമാണ് മിസ്സസ് മേരി പൈൽ. എല്ലായിടവും നല്ലതുപോലെ അരിച്ചു പറക്കിക്കോണം. ഒരാളെ ഒന്നുമല്ല, 5-8 ആളുകളെ ഒളിപ്പിച്ച് താമസിപ്പിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അല്ലേ? നോ സർ, മേരി മാഡം ഭയങ്കര സ്ട്രിക്റ്റാ. അല്ലെങ്കിൽ ഒളിപ്പിച്ചേനെ അല്ലേ? സർ, ഇതാണ് റൂം. ഓഹോ, എന്താ സർ? ഇവിടെ ഒരു പുരുഷഗന്ധം. ഇവിടെ തീർച്ചയായും ഒരു പുരുഷന്റെ ഗന്ധമുണ്ട്. അത് സാറ് പുരുഷനാണല്ലോ. അല്ലല്ല. അയ്യോ അല്ലേ സാർ? അതല്ല, ഞാൻ മറ്റൊരു പുരുഷന്റെ ഗന്ധം എന്നാണ് ഉദ്ദേശിച്ചത്. സാറിന് തോന്നുന്നതായിരിക്കും. തോന്നുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. ഇല്ല സാർ, സാറല്ലാതെ മറ്റൊരു പുരുഷൻ ഇവിടെ വന്നിട്ടേ ഇല്ല. ഞങ്ങളുടെ കസിൻസ് വന്നാൽ പോലും താഴത്തെ ഗസ്റ്റ് റൂം വിട്ട് മുകളിലേക്ക് വരാൻ മേരിമാഡ് സമ്മതിക്കില്ല സാർ. ഈ റൂം വളരെ സ്പേഷ്യസ് ആണല്ലോ. ഹോസ്റ്റലിലെ എല്ലാ റൂംസും ഇതുപോലെയാണോ? അല്ല സാർ, ഇത് മുത്തച്ഛനും മാനേജ്മെന്റുമായിട്ടുള്ള ധാരണയില് സ്പെഷ്യൽ ആയിട്ട് കിട്ടിയതാ. ആരുടെ മുത്തച്ഛൻ? ലേഖ ലീഡർ കെയറിന്റെ പേരക്കുട്ടിയാണ് സാർ. പിന്നെ ഇവളുടെ ഡാഡിയുടെ ഡൊണേഷന്റെ ഒരു പുഷിങ്ങും കൂടി ഉണ്ട് സാർ. ഓ, രണ്ടാളും ഇവിടുത്തെ വലിയ വിഐപീസ് ആണല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇന്ന് ഗോൾഡൻ ജൂബിലി ഡേ ആയതുകൊണ്ട് മേക്കപ്പിന് മാറ്റി എടുത്തു വെച്ചതാ സാർ. ചെറുതായിട്ട് മീശ ഉള്ള ചിലര് ഹോസ്റ്റലിലുണ്ട് സാർ. അവർക്ക് ഡാൻസിനും മറ്റും മേക്കപ്പ് ചെയ്യാനായിട്ട്. ജൂലി നന്നായിട്ട് മേക്കപ്പ് ചെയ്യുമല്ലേ? നന്നായിട്ടൊന്നുമില്ല സാർ. മൂക്കില്ല രാജ്യത്ത് മുറിമുക്കൻ രാജാവെന്ന് പറഞ്ഞ പോലെ ആർട്സ് ക്ലബ് സെക്രട്ടറി അല്ലേ, അതുകൊണ്ട്. നാർക്കോട്ടിക് സെല്ലിൽ 3 കൊല്ലം പയറ്റിത്തെളിഞ്ഞ് എന്നോട് കള്ളം പറയണ്ട. ട്രിവാൻഡ്രം എയർപോർട്ടിൽ 5 കോടിയുടെ ബ്രൗൺ ഷുഗറുമായി എത്തിയ മുഹമ്മദ് അൻസാരിയെ വെറും സ്മെല്ല് കൊണ്ട് കണ്ടുപിടിച്ച് കസ്റ്റഡിയിലെടുത്തവനാ ഞാൻ ഉണ്ടെങ്കിൽ പിന്നെ പോലീസ് നായയുടെ ആവശ്യമില്ലെന്ന ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ പേരും പറയുന്നത്. I have my own style of investigation, you know. I am too intelligent. ഇനി പറയൂ, രമേശിനെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞല്ലോ സാർ. പറഞ്ഞില്ലല്ലോ. രമേശിനെ ഞങ്ങൾ എന്തിനാ സാർ ഒളിപ്പിക്കുന്നത്? ഇതാരെഴുതിയതാ? ഇവളുടെ പണിയാ. മനസ്സിൽ എന്തെങ്കിലും തോന്നിയാ എവിടെയാന്നൊന്നും നോക്കില്ല, കുത്തി വരയ്ക്കും. അതാ സ്വഭാവം. യെസ്, ഗസ്. നിങ്ങൾ എന്തിന് രമേശിനെ വിളിപ്പിക്കണം? സ്റ്റെഫി ഗ്രാഫ്, സാനിയ മിർസ.
നിങ്ങളുടെ ഫേവറേറ്റ്സ് ആണോ? അതെ സർ. ക്രിക്കറ്റ് കളിയൊക്കെ ഇഷ്ടമാണോ? അതെ. രമേശ് നല്ല ക്രിക്കറ്റ് പ്ലെയർ ആണല്ലേ? അതെ സർ. നിങ്ങൾക്ക് അവനോട് ആരാധനയാണല്ലേ? ഇല്ല സർ. ആരാധന മൂത്തൊരു ക്രിമിനലിനെ ഒളിപ്പിച്ചാലുള്ള അവസ്ഥ അറിയാലോ. എന്താ സർ? കോബ്ര. പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ പിന്നെയും പിന്നെയും കാണണമെന്നൊരു തോന്നൽ. എന്താ വിളിച്ചത്? എന്നോട് ക്ഷമിക്കണം, പ്രിൻസിപ്പൽ അച്ഛൻ ഇതുവരെ എത്തിയിട്ടില്ല. അച്ഛൻ വന്നിട്ട് പോരെ സർ? അച്ഛനെയല്ല, ഇവരെ കാണാനാണ് ഞാൻ വന്നത്. ലേഡീസ് ഹോസ്റ്റലിൽ മദ്യത്തിന്റെ ഗന്ധം. ഞാൻ അച്ഛനെ ഒന്നുകൂടി ഫോൺ ചെയ്തിട്ട് വരാം. പാപ്പച്ചൻ കോൺട്രാക്ടറുടെ മോനല്ലേ? അല്ല, സ്റ്റീഫന്റെ തന്തയാ പാപ്പച്ചൻ കോൺട്രാക്ടർ. ഉറപ്പുണ്ടോ? കണ്ടോ, അവന് ഉറപ്പില്ല. മിണ്ടി പോകരുത്. മോന്റെ കൈക്കെന്ത് പറ്റി? ബൈക്കിന്ന് വീണതാ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നീതിമാന്മാർ സ്തുതിക്കപ്പെടും, അല്ലാത്തവർ ശിക്ഷിക്കപ്പെടും. കൊല്ലപ്പെട്ടത് ഹോം മിനിസ്റ്റർ ആണെന്ന് ഓർമ്മ വേണം. ഈ അമ്മയും ഈ അച്ഛനും ചേർന്ന് രമേശിനെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? സാർ, ദൈവദോഷം പറയരുത്. അന്ന് സ്വന്തം അമ്മയെ അധിക്ഷേപിച്ച ആ നിമിഷത്തിൽ പെട്ടെന്ന് അവന്റെ നിയന്ത്രണം വിട്ടുപോയിട്ടുണ്ടാവാം. അത് വെച്ച് ഈ കൊലപാതകം അവന്റെ തലയിൽ കെട്ടിവെക്കരുത്. അവനത് ചെയ്യില്ല സാർ. എന്റെ മോനെ കസ്റ്റഡിയിൽ എടുത്തിട്ട് അവനെ നിങ്ങൾ എന്ത് ചെയ്തെന്ന് പറ. ആ കൊള്ളാം. ഹോം മിനിസ്റ്ററുടെ പേരിൽ കഥ ചമച്ചുണ്ടാക്കിയ കഥാകാരി ഇപ്പൊ പോലീസിനെ പറ്റി പുതിയ കഥ എഴുതുകയാണല്ലേ? അവൻ എവിടെ ഉണ്ടെന്ന് പറ. പിടിച്ചോണ്ട് തല്ലിക്കൊന്ന് കുഴിച്ചുമൂടിട്ടിപ്പോ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുക കമ്മീഷണർ സാർ. ഇതുപോലുള്ള കളികൾ മുമ്പും കുറെ കളിച്ചിട്ടുള്ളതാ പോലീസ്. കക്കാൻ ക്യാമ്പിലെ രാജൻ കൊലക്കേസ് പോലെ തന്നെയായിരിക്കും രമേശിന്റെയും ഗതി. നിന്റെ ഗതി അതിലും മോശമായിരിക്കും. If you don't shut your bloody mouth and get lost. നന്ദിനി, എന്താ ഇത്? നിങ്ങൾ നോക്കിക്കോ, എന്റെ മോൻ എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞ പിന്നെ ജീവിച്ചിരിക്കില്ല ഞാൻ. നന്ദിനി, അവിവേകമൊന്നും കാണിക്കരുത്. ആന്റി, മേരി മാഡത്തിന്റെ മുമ്പിൽ കൂടി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്റെ ശ്വാസം നിന്ന പോലെ ആയിപ്പോയി. ജസ്റ്റ് എസ്കേപ്പാ. ഈശ്വരൻ കാത്തു. പറഞ്ഞ ഒക്കെ തന്റെ അമ്മ ഓർത്തിട്ടാ. തന്നെ കണ്ടില്ലെങ്കിൽ ചത്തുകളയൊന്ന് പറഞ്ഞു എന്ന് അറിഞ്ഞതുകൊണ്ടാ ഞാൻ ഈ റിസ്ക് എടുത്തത്. അമ്മ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുന്ന എന്റെ പേടി. താൻ ടെൻഷൻ അടിക്കാതിരിക്കടോ, ഒന്നും ഉണ്ടാവില്ല. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. എന്നെ കണ്ട ആരെങ്കിലും തിരിച്ചറിഞ്ഞ പ്രശ്ന. അമ്മയെ കണ്ടിട്ട് പെട്ടെന്ന് വരണം. ഹലോ, പേടിക്കണ്ട. ഐ എം CI വിഘ്നേഷ്. ഇവിടെ വരുന്നവരെയും പോകുന്നവരെയും നിരീക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ പരിസരത്ത് പോലീസിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാ. കുട്ടിയേതാ? നീ അവനല്ലേ? വേഗം പിടികിട്ടി പിടിക്കിലാകാരെ പിടിച്ചത്. എന്താണോ നോക്കിയിരിക്കുന്നത്? പോയി തൂക്കിയെടുത്തോണ്ട് വേണോ? ഞാൻ തന്നെ വേണോ? പിന്നല്ലാതെ
ഇവല്ലേ? അതെ, ആ നമ്മുടെ ഹോം മിനിസ്റ്ററുടെ കൊലയാളിയില്ലേ രമേശ്? ആ അവൻ തന്നെ. അവനെ ആ CI വിഘ്നേഷ് പിടികൂടി. പുള്ളിയുടെ ഫോട്ടോ ഇപ്പൊ തന്നെ ഓഫീസിൽ എത്തിച്ചേക്കാം. ഒന്ന് കാര്യമായിട്ട് കൊടുത്തേക്കണേ. ഹലോ മാതൃഭൂമി. ഈ CI വിഘ്നേഷ് ആരാണെന്ന് നീ ഇന്നറിയും. പിടിച്ചോ അവരെ. ആ സ്റ്റുഡിയോയിൽ വിളിച്ച് ഫോട്ടോഗ്രാഫർ വരാൻ പറ. എന്താണ് സർ? അവൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാ. എന്താണോ ഇത്? ഇനി പോലീസ് മാർഗം. കല്ലെറിഞ്ഞ് വീഴ്ത്തണോ അവനെ? ചറ പറയണോ? ഇത് തടുക്കണം. കുത്തി ഇറങ്ങി അവനെ പിടിച്ചോ? ഇല്ല സാർ. അതെങ്ങനെ? ബോധം കെട്ട് വീണ സാറിനെ ഹോസ്പിറ്റലിൽ എത്തിക്കോ അതോ അവനെ പിടിക്കാൻ പോവോ? പിന്നെ താൻ തന്നെ പ്രതിയെ പിടിച്ചു എന്ന് പറഞ്ഞ എല്ലാ പത്രത്തിലും വിളിച്ചു പറഞ്ഞു എന്തിന്? അതങ്ങനെയല്ലേ സാർ. കർത്താ സാറിന്റെ നേതൃത്വത്തിൽ CI വിഘ്നേഷ് പ്രതിയെ പിടിക്കും. തന്നെ സാർ സ്ട്രെയിൻ ചെയ്യരുത്. നെഞ്ചിന്റെ സെൻട്രൽ പോയിന്റിലാ കമ്പ് കൊണ്ടത്. അതുകൊണ്ടല്ലേ സാർ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവനെ പിടിക്കാൻ പറ്റിയില്ലല്ലോ. സിറ്റി മുഴുവൻ അവൻ അരിച്ചു പറക്കുന്നുണ്ട് സാർ. അവൻ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല സാർ. അവനൊരു പഠിച്ച കള്ളനാണ്. ഏതുവരെ പഠിച്ചിട്ടുണ്ട്? അതല്ല സാർ, അവനൊരു കായംകുളം കൊച്ചുണ്ണിയാണ്. അവൻ കായംകുളം കൊച്ചുണ്ണിയാണെങ്കിൽ ഞാൻ ഇത്തിക്കര പക്കിയ. അതെനിക്കറിയാം സാർ. എടോ, മിനിസ്റ്ററുടെ പേഴ്സണൽ ഫോണിലേക്ക് വന്ന നമ്പറുകൾ ട്രേസ് ഔട്ട് ചെയ്തോ? ഉവ്വ് സാർ. 7 മണിക്ക് വിളിച്ചത് ലീഡർ KR ആണ്. 7:15 വിളിച്ചത് സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണ്. 7:30 വിളിച്ചത് പാപ്പച്ചൻ ഗ്രൂപ്പ് MD പാപ്പച്ചനാണ്. 7:40 45 വിളിച്ചത് മിനിസ്റ്ററുടെ 2 സ്ഥിരം കക്ഷികളാണ്. അതാര്? മിനിസ്റ്ററുടെ 2 വീക്ക്നെസ്സുകൾ. അവർ ആ സമയത്ത് അവിടെ വരാനും സാധ്യതയില്ല. കാരണം അവര് അതർവൈസ് എൻഗേജ്ഡ് ആയിരുന്നു. സംവെയർ എൽസ് വിത്ത് സം അതർ പേഴ്സൺസ്. അതൊക്കെ സാറിനോട് പറയാൻ എനിക്ക്. എന്തൊരു വെയില. പമ്പെന്ന് ഇറങ്ങാൻ 10 മിനിറ്റ് താമസിച്ചു മുതലാളി. അയ്യോ, നിക്കടാ അവിടെ. എന്നെ ഒന്നും ചെയ്യില്ല സാറേ. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ നീ എന്തിനാടാ ഓടിയത്? പേടിച്ചിട്ടാ. മന്ത്രിയെ കൊന്ന് ഞാനാണെന്ന് പറഞ്ഞ് പോലീസ് തപ്പുണ്ടെന്ന് പറഞ്ഞു. സത്യമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. കൊല്ലാൻ വന്നവരെ ഞാൻ കണ്ടു എന്നുള്ളത് നേരാ. പുതിയൊരു തെളിവ് കിട്ടിയിട്ടുണ്ട് സാർ. മിനിസ്റ്റർ കൊന്നയാളെ ഇവൻ കണ്ടു. എന്താ നിന്റെ പേര്? അറുമുഖൻ. ഓ, മിനിസ്റ്ററുടെ കുക്കായിരുന്നു അറുമുഖൻ. നീ എന്തിനാ ഇവിടെ വന്നത്? ജോലി ചെയ്യുന്ന പമ്പിലെ മുതലാളി പനിയായിട്ട് കിടക്കുന്നുണ്ട്. തൊട്ടടുത്ത മുറിയിലാ. മുറി മാറി കയറിയതാ. നടേശൻ മിനിസ്റ്ററെ കൊല്ലാൻ വന്നവരെ നീ എങ്ങനെയാ കണ്ടത്? അത് ഇവനെ വിശ്വസിക്കരുത് സാർ. ഇവന്റെ സംസാരം കേട്ടിട്ട് ഇവനും കൊലപാതകത്തിൽ പങ്കുണ്ട്. ഇല്ല സാർ. മിനിസ്റ്റർ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് എന്റെ കർണക്കുറ്റിക്ക് അടിച്ച അവിടുന്ന് ജോലിന്ന് പുറത്താക്കിയത്. പെങ്ങടെ കല്യാണത്തിന് കുറച്ച് കാശ് കടം ചോദിച്ചു എന്നല്ലാതെ മറ്റൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. മിനിസ്റ്റർ മരിച്ചന്ന് രാത്രി അങ്ങോട്ട് കാറ് പോകുന്ന കണ്ടു. മുഖത്തോക്കി 2 വർത്താനം ചോദിക്കാൻ ചേട്ടാ ഞാൻ അങ്ങോട്ട് കയറി ചെന്നത്. എന്നിട്ട് അപ്പോ പെട്ടിക്കടയുടെ മുന്നില് പോലീസ് ജീപ്പ് കിടക്കുന്ന കണ്ടു. പോലീസ് ജീപ്പോ? അതെ സാർ. നീ കണ്ടോടാ? കണ്ടു സാർ. ചുമ്മാതെ കള്ളം പറഞ്ഞ ഇടിച്ചു നിന്റെ കൂമ്പിളക്കം. നീ കണ്ടോടാ? താനൊന്ന് അടങ്ങടോ, അവൻ പറയട്ടെ. അല്ല സാർ, ഇവൻ പറയുന്ന കേട്ട പോലീസുകാരാണ് ഇത് ചെയ്തതെന്ന് തോന്നും. പോലീസുകാരെന്താ ഇതിന് മോശാണ്?